Hi students, welcome to LM Thing. Today we are going to study a new topic that is slope. Slope എന്ന് പറഞ്ഞാൽ എന്താണ്? ചരിവെന്നാണ്. മലയാളത്തിൽ എന്താ പറയുക? ചരിവ്. ഇന്ന് ചരിവിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച ഒന്നുകൂടെ എഴുതിയിരിക്കുകയാണ്. y2 minus y1 equals half into x2 minus x1. അപ്പോൾ ഇവിടെ എന്താണ്? Y difference is half of x difference. That is, ഇവിടെ നോക്കിക്കേ, if any line not parallel to either axis, the change in y coordinate is the product of x coordinate with a fixed number. This is called a fixed number. You can write k and r. So y2 minus y1, that is difference in there is change in the y coordinate is the product of change in the x coordinate with a fixed number. Constant of proportionality ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? That constant is called as k. These two are proportional. When y changes, x also changes. If any line not parallel to either of the axes, the change in y is proportional to change in change in x. Okay? ഇവിടെ നോക്കിക്കേ, horizontal difference is x difference and vertical difference is y difference. ഇവിടെ നോക്കിക്കേ, രണ്ട് പോയിന്റ് 3, 5, 6, 7. ഇവിടെ ഒരു പോയിന്റിൽ x കോർഡിനേറ്റ് തന്നിട്ടുണ്ട്, y കോർഡിനേറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ ഈ രണ്ടും പോയിന്റും തമ്മിലുള്ള സ്ലോപ്പ് ആണ്. എങ്ങനെയാ സ്ലോപ്പ് കാണുന്നത്? ഇവിടെ നോക്കിക്കേ, 3 to 6, 5 to 7. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? x coordinate changes by 3 and y coordinate changes by 2. X coordinate 3 to 6, 5 to 7. X coordinate changes by 3 and y coordinate by 2. In other words, y change is 2 by 3 of exchange. Y change is, തന്നെ നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്, y change is 2 by 3 of exchange. അതായത് y എത്രത്തോളം ചേഞ്ച് ചെയ്യുന്നു, ദാറ്റ് ഈസ് x വ്യത്യാസത്തിന്റെ 2/3 ആയിരിക്കും y വ്യത്യാസം എന്ന് പറയുന്നത്. y കോർഡിനേറ്റ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് x കോർഡിനേറ്റിന്റെ ഡിഫറൻസിന്റെ 2/3 ആയിരിക്കും, 2/3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇവിടുത്തെ വെർട്ടെക്സ് കണ്ടുപിടിക്കാൻ കഴിയും അല്ലേ? അതായത് ഇതിൻ്റെ അകത്ത് നോട്ട് വെർട്ടെക്സ് y കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ കഴിയും. ഡിഫറൻസ് ഇൻ ഇവിടെ 3 to 4, 5 to how much, that we have to find out. അപ്പോൾ ഇവിടെ ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ അല്ലേ? 3 to 4, the x coordinate is 1 more than 3. അപ്പോൾ y കോർഡിനേറ്റ് അതിനനുസരിച്ച് പ്രൊപ്പോർഷണൽ ആയിട്ട് y കോർഡിനേറ്റിലും ചേഞ്ചസ് ഉണ്ടായിരിക്കും. അപ്പോൾ we must add 2/3. See, it is 2/3. 2/3 to 5. 5ന്റെ കൂടെ 2/3 ഇവിടെ നമ്മൾ ആഡ് ചെയ്യണം. 3 to 4. സോ 5ന്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? 2/3. അപ്പോൾ എത്ര കിട്ടും? 5 and 2/3. So here 4, y coordinate is 5 and 2/3. അപ്പോൾ കോർഡിനേറ്റ് എന്താ കിട്ടും? 4, 5 and 2/3. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി അടുത്തത്, രണ്ട് ലൈൻസ്, സ്ലാൻഡഡ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്ത് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് എക്സും കണ്ടുപിടിക്കാം. അപ്പോൾ y അല്ലേ കണ്ടുപിടിച്ച്, അതുപോലെ തന്നെ എക്സും. ഇനി വേറൊരു പോയിന്റ് എടുക്കാം. 9 y കോർഡിനേറ്റ് ഹൗ മച്ച്? 9 തന്നിട്ടുണ്ട്, y കോർഡിനേറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. 9 എന്ന് പറയുന്നത് 6ന്റെ ഇവിടെ 3 ആഡ് ചെയ്യുമ്പോൾ 9 വരുന്നത് അല്ലേ? സോ ടു ഗെറ്റ് y കോർഡിനേറ്റ് വി മസ്റ്റ് ആഡ് 6 into 2/3. 3 to 2 into 2, 4. This 4 is added to this 5.
gives 5 plus 4 equals 9. So here the coordinate is 9, 9. 9, 9 is a point on this line. So like that we can find so many. See, 3, 6, 9, 5, 7, 9. നോക്കിക്കേ, എക്സ് 3 വീതം കൂടുന്നു, വൈ 2 വീതം കൂടുന്നു. ഇവിടെ ഡിഫറൻസ് 1 ആയതുകൊണ്ടാണ് ഇവിടെ 5 ആൻഡ് 2/3 എന്ന് കിട്ടിയത്. അപ്പം 3 വീതം എക്സ് കൂടുന്ന സന്ദർഭങ്ങളിൽ വൈ എത്രയാണോ കൂടുന്നത് അതനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കും. ഇതിൻ്റെ അകത്ത് ഏതൊരു പോയിന്റ് എടുത്താലും ഏത് 2 പോയിന്റുകൾ തമ്മിലുള്ള സ്ലോപ്പ് ചരിവ് എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇനി നമുക്ക് വേറൊരു ചോദ്യം ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കിക്കേ, 2 ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് രണ്ടിന്റെയും ചരിവ് വ്യത്യാസമാണ്. നോക്കിക്കേ, ഈ ലൈനിന്റെ ചരിവ് ഈ ലൈനിന്റെ ചരിവ് ഒന്നാണോ? അല്ല, 2 ലൈനിന്റെയും ചരിവ് വ്യത്യാസമാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന് ഞാൻ XY എന്ന് കൊടുത്തു. അതിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അത് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇവിടെ നോക്കിക്കേ, ഈ ലൈനിന് പേര് കൊടുക്കാം ABCD. ഇനി വേണമെങ്കിൽ P എന്ന് പേര് കൊടുക്കുക, ഇന്റർസെക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, 0 എന്ന് 6 അപ്പൊ ചേഞ്ച് എത്ര? 6 ഡിഫറൻസ്. Y ആണെങ്കിലോ 2 to 4 അവിടെ എത്ര? 2 ഡിഫറൻസ്, 2 ഡിഫറൻസ്. So x coordinate increases by 6 and y coordinate increases by 2. So on this line we can say that y change is 1/3 of x change. എങ്ങനെ കിട്ടിയത്? x 6, y 2, അപ്പോൾ 2/6 y change by x change is equal to 1/3. അങ്ങനെയാണ് നമുക്ക് 1/3 എന്ന് കിട്ടുന്നത്. അപ്പം നമുക്ക് എ ബിയുടെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. സ്ലോപ്പ് ഓഫ് എ ബി ഈക്വൽസ് ഡിഫറൻസ് ഇൻ വൈ 4. അപ്പൊ ഇത് ഇന്റർസെക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം നമുക്ക് വേണ്ടത് പിയുടെ കോർഡിനേറ്റ് ആണ് അല്ലേ? PXY. സോ വി ക്യാൻ ഫോം ദ ഇക്വേഷൻ. 2 ലൈനിന് 2 ഇക്വേഷൻ വരും. ആ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ സ്ലോപ്പ് ഓഫ് എ ബി ഇപ്പം കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. നമ്മൾ പഠിച്ച റിലേഷൻ y change. What is y change? Y -2. Y change is 1/3 of change in x. 1/3 of x change. That is ഇതാണ് എടുക്കേണ്ടത്. അത് അങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല. ഇത് രണ്ടുമായിട്ട് നോക്കിയാൽ മതി. y change y -2 is equal to 1/3 of x change. x - 0 is x. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 3 into y -2 equals x. Opening the bracket, 3y minus 3 to 6 equals x. നമുക്ക് ഇതിനെ 3y കൂടെ അങ്ങോട്ട് കൊണ്ടുപോവാം അല്ലേ? അല്ലെങ്കിൽ നമുക്കിതിനെ ഈ എക്സിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്താ വരും? -x + 3y ഈക്വൽസ് -6നെ അപ്പുറത്ത് കൊണ്ടുപോവാം, +6 എന്ന് വരും. ഇനി ഇതിനെ നമുക്ക് കുറച്ചുകൂടി എന്താണ് ഈ നെഗറ്റീവ് സൈനെ നമുക്ക് കളയാം. മൾട്ടിപ്ലൈങ് ബൈ നെഗറ്റീവ് സൈൻ x - 3y ഈക്വൽസ് -6 എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 1 ഏതിൻ്റെയാണ്? ഫ്രം എ ബി, ഫ്രം ലൈൻ എ ബി. ലൈൻ എ ബി എന്നാണ് നമുക്ക് കിട്ടിയത്. കാണുന്നില്ല അല്ലേ? അത് ഞാൻ മായ്ച്ചിട്ട് എഴുതിത്തരാം. ഫ്രം ഇപ്പം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, പറഞ്ഞ കാര്യമല്ലേ. നമുക്ക് കിട്ടിയത് ഫ്രം ലൈൻ എ ബി എന്നാണ് ഈ ഇക്വേഷൻ കിട്ടിയത്.
ഫ്രം ലൈൻ എ ബി. ഇനി നമുക്ക് ഫ്രം സി ഡി, ഫ്രം ലൈൻ സി ഡി. ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താണ് ഡിഫറൻസ്? സി ഡിയിലെ ഇവിടെ ഡിഫറൻസ് നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത്? നോക്കിക്കേ, 3 minus 2, 1 6. Here 3 2x, 1 to y. അപ്പം ഇവിടെ നമുക്ക് അതുപോലെ എഴുതാം. എത്ര? ഇവിടെ 3 -2 പോയി, 1 നിന്ന് 6 വന്നു. അപ്പൊ അവിടെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെ ഇക്വേഷൻ ഫോം ചെയ്യാം? ഡിഫറൻസ് എക്സ് മൈനസ്. ഇനി നമുക്ക് ഫ്രം ലൈൻ സി ഡി നോക്കാം. ലൈൻ സി ഡിയിൽ നോക്കിക്കേ, 3 to -2. അപ്പോൾ ഇവിടെ എന്താണ് എക്സ് ഡിഫറൻസ്? 3 minus -2 ഈസ് 3 + 2 5 എന്ന് കിട്ടും. പിന്നെ 1 - 6 എത്ര? -5. അപ്പോൾ y ഡിഫറൻസ് ബൈ എക്സ് ഡിഫറൻസ് എത്ര? -1 എന്ന് കിട്ടും. അപ്പം y ഡിഫറൻസ് ഈസ് -1 ടൈംസ് ദ എക്സ് ഡിഫറൻസ്. മനസ്സിലായോ? അപ്പോൾ y ഡിഫറൻസ് ഇവിടെ നോക്കിക്കേ, 1 - y. 1 - y is equal to -1 times x difference. That is 3 minus x. 1 minus y is equal to -3 plus x. അപ്പോൾ എന്ത് കിട്ടും? x plus y is equal to 4 എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സിൻ്റെയും വൈയുടെയും കോർഡിനേറ്റ് കിട്ടും. നിങ്ങൾക്ക് സോൾവ് ചെയ്യാനൊക്കെ അറിയാം. സോൾവ് ചെയ്ത് നമ്മളെ ഫൈനൽ ആൻസർ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? 1.5 and 2.5 എന്ന് കിട്ടും. 1.5, 2.5. അപ്പോൾ കോർഡിനേറ്റ് ഓഫ് xy is equal to 1.5 and 2.5. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതുപോലുള്ള ക്വസ്റ്റ്യൻ എക്സാമിനേഷന് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം സ്ലോപ്പിനെ കുറിച്ചുള്ള വിവരണങ്ങളെല്ലാം കഴിഞ്ഞ് നമുക്കെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു, കരുതുന്നു. ഇനി നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനുള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ബൈ.